ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് പട്ടികയിൽ ബേപ്പൂർ തുറമുഖത്തിന് എന്തുണ്ടാകും എന്ന ചോദ്യം കോഴിക്കോട് ഉയരുന്നുണ്ട്. കപ്പൽ സർവീസ്, ക്രൂയിസ് ടൂറിസം, കപ്പൽ ചാലിന്റെ ആഴം കൂട്ടൽ, അങ്ങനെ ആവശ്യങ്ങൾ ഒരുപാടാണ്. വർഷങ്ങളായുള്ള സ്വപ്നങ്ങൾക്ക് ഇത്തവണയെങ്കിലും ചിറകു മുളയ്ക്കുമോ എന്നതാണ് നാട്ടുകാർ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ ബേപ്പൂരിന് മാത്രമായി ഒന്നും മാറ്റിവെച്ചില്ല. ആകെ തുറമുഖങ്ങൾക്ക് അനുവദിച്ചതിൽ നിന്നും 10 കോടി രൂപയാണ് ലഭിച്ചത്. പക്ഷെ ഉപകാരപ്പെടും വിധം പണം വിനിയോഗിച്ചില്ല. ബേപ്പൂരിൽ നിന്നും 5ലധികം യാത്രാ സർവീസുകളാണ് ലക്ഷദ്വീപിലേക്ക് ഉണ്ടായിരുന്നത്. ഇത് പുനരാരംഭിക്കണം. കപ്പൽ ചാലിൽ കൂറ്റൻ പാറകൾ ഉള്ളതിനാൽ വലിയ കപ്പലുകൾ തുറമുഖത്തെത്തുന്നില്ല. ഈ പാറകൾ പൊട്ടിച്ചു നീക്കണം. ഇങ്ങനെ ആവശ്യങ്ങളേറെയാണ്. അടിസ്ഥാന സൗകര്യ വികസനവും അതുപോലെ ആഴം കൂട്ടലുമാണ് ഇവിടെയുള്ള പ്രതിസന്ധി. ആഴം കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാനപ്പുറമുള്ള പുരോഗതി വരും. മലബാറിൻ്റെ കവാടമായ ബേപ്പൂർ തുറമുഖം ഒരു അനിവാര്യതയാണ്. അത് സർക്കാരും ബന്ധപ്പെട്ടവരും അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏറെ പ്രതീക്ഷയിലാണ് ആ കാര്യത്തിൽ. ചരക്കപ്പൽ മാത്രമല്ല, യാത്രാ കപ്പൽ വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചരക്ക് നീക്കത്തിൽ മലബാറിനുണ്ടായിരുന്ന പരിഗണന ഇപ്പോൾ ഇല്ല. മംഗലാപുരം, കൊച്ചി തുറമുഖങ്ങളിൽ നിന്നാണ് ഭൂരിഭാഗം ചരക്ക് നീക്കവും നടക്കുന്നത്. അതിന് കാരണം വികസന മുരടിപ്പാണെന്നും ആരോപണമുണ്ട്. കയറ്റുമതിക്കും മറ്റെല്ലാം വളരെയധികം സ്കോപ്പുണ്ട്. ലോകത്തിലെ തന്നെ 2ാമത്തെ ചെരുപ്പ് നിർമ്മാണ കേന്ദ്രമാണ് കോഴിക്കോട്. ഇപ്പോൾ കാർഗോ കയറ്റുമതിക്കൊക്കെ ധാരാളം സൗകര്യങ്ങളുണ്ട്. പിന്നെ വിഴിഞ്ഞം വരുന്നതോട് കൂടിയിട്ട് ഈ ജലഗതാഗത കണക്ടിവിറ്റിക്ക് വളരെ പ്രതീക്ഷയുണ്ട്. വർഷങ്ങളായി പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും പറയാനേറെയുണ്ട്. ഈ വരുന്ന ബഡ്ജറ്റിൽ ബേപ്പൂർ പോർട്ടിന് വലിയൊരു മാറ്റത്തിനുള്ള തുക ഉണ്ടാകും. അത് ചെലവഴിക്കും. അത് ഈ ഡ്രഡ്ജിങ്ങിനും മറ്റാവശ്യങ്ങൾക്കും എല്ലാവരും കോർഡിനേറ്റ് അത് സംയുക്തമായി കൊണ്ട് തന്നെ അതിൽ പ്രയോജനപ്പെടും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. 2022 തന്നെ ഒരു ക്യാപിറ്റൽ ഡ്രഡ്ജിങ് എന്നുള്ള നിലക്ക് അശാസ്ത്രീയമായ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഡ്രഡ്ജിങ് കൊട്ടേഷൻ നടന്നിരുന്നു. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഒന്നും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. മലബാറിന്റെ തുറമുഖ പ്രതാപം വീണ്ടെടുക്കാനുള്ള ഏക വഴി ബേപ്പൂർ തുറമുഖത്തിന് പുതുജീവൻ നൽകുക എന്നുള്ളതാണ്. ഈ ബജറ്റിലും അതിനുള്ള പ്രത്യേക പാക്കേജുകളും പ്രത്യേക പദ്ധതികളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.